നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ കാരണം ആരെങ്കിലും പരിശോധിക്കാറുണ്ടോ? ഒന്നിച്ച് ജീവിച്ചവർ തമ്മിൽ പരസ്പരം വേർപിരിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പല ദാമ്പത്യ ബന്ധങ്ങളുടെയും തകർച്ച തുടങ്ങുന്നത് ചെറിയ പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും. ഭർത്താവിൻ്റെ ലഹരി ഉപയോഗം, പങ്കാളികൾക്കിടയിൽ അവിശ്വസ്തത, പരസ്പരം പങ്കുവയ്ക്കാത്ത മനോഭാവം, ഇങ്ങനെ പതിയെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. പിന്നീട് ദാമ്പത്യ ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഘട്ടത്തിലെത്താം. നിയമപരമായി വിവാഹബന്ധം വേർപിരിഞ്ഞാലും എന്താണ് കുഴപ്പമെന്ന് പലരും കരുതുന്നു. പക്ഷെ അവിടെയാണ് പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നത്. മലപ്പുറം പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയും ഭാര്യ സുൽഫിയത്തും തമ്മിൽ കുടുംബകലഹം തുടങ്ങിയത് ഭർത്താവിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിലാണ്. അതൊക്കെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് പോലുള്ള സൗന്ദര്യ പിണക്കമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷെ പിന്നീട് ദാമ്പത്യ തർക്കം കോടതിയിലെത്തി, ഒടുവിൽ കൂട്ടക്കുരുതിയിലും. ഒറ്റപ്പാലത്തെ ഭാര്യ വീട്ടിലെത്തി റാഫി നടത്തിയ ഇരട്ട കൊലപാതകം ആസൂത്രിതമായിരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന തോട്ടക്കരയിൽ അർദ്ധരാത്രി നാട്ടുകാർ ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു. 4 വയസ്സുള്ള മകനുമായി വാവിട്ട് കരഞ്ഞുകൊണ്ട് അവൾ രക്ഷപ്പെട്ടോടുന്ന കാഴ്ച. പരിഭ്രാന്തിനായ നാട്ടുകാർ കാര്യം തിരക്കിയപ്പോഴാണ് വീട്ടിൽ നടന്ന അരുംകൊലകളെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. സുൽഫിയത്തിൻ്റെ ഭർത്താവ് റാഫി രാത്രിയിൽ കഞ്ചാവ് ലഹരിയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമം 2 പേരുടെ ജീവനെടുത്തു. യുവതിയുടെ വളർത്തച്ഛൻ നസീറിനെയും ഭാര്യ സുഹ്റയെയും അയാൾ വെട്ടിക്കൊലപ്പെടുത്തിയതാണ്. ആക്രമണത്തിൽ 4 വയസ്സുള്ള മകനും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി റാഫിയെ പുലർച്ചെയോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയാളെ കണ്ടെത്തുമ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിലായിരുന്നു. കുഞ്ഞിൻ്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ഞായറാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. 4 വയസ്സുള്ള മകനുമായി യുവതി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് ആദ്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെയായിരുന്നു കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. വൈകിട്ടോടെ ഭാര്യ വീട്ടിലെത്തിയ റാഫി കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് ബഹളം വച്ചു. പിന്നാലെ ഭാര്യ സുൽഫിയത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനിടെയായിരുന്നു മാതാപിതാക്കളായ നസീറിനും സുഹറയ്ക്കും വെട്ടേറ്റത്. ആക്രമണത്തിൽ 4 വയസ്സുള്ള കുഞ്ഞിനും ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെയാണ് കുട്ടിയുമെടുത്ത് സുൽഫിയത്ത് വീടിന് പുറത്തേക്ക് ഓടിയത്. കൂട്ടക്കൊലയ്ക്ക് കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് വിവരം. സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട റാഫിയെ പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ പുലർച്ചെ 4 മണിയോടെ കണ്ടെത്തി. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു ഇയാൾ. നിങ്ങൾ മെനക്കെട്ടിട്ടാണ് അവനെ കിട്ടിയത്. നിങ്ങൾ മെനക്കെട്ടിട്ട് അത് കിട്ടിയത് നശിപ്പിക്കല്ലേ? റാഫിയും സുൽഫിയത്തും കുറച്ചു നാളുകളായി വേർപിരിഞ്ഞു കഴിയുകയാണ്. ഇത് സംബന്ധിച്ച് കുടുംബ കോടതിയിൽ കേസുമുണ്ട്. ഇതിനിടെയായിരുന്നു റാഫി ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ സ്ഥലത്തെത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുള്ള കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിൻ്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 ഇയേഴ്സ് ഓൾഡ് അപ്രോക്സിമേറ്റ്ലി. പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഏകദേശം 5 മാസം മുമ്പാണ്
നസീറിന്റെയും സുഹറയുടെയും വളർത്തുമകളായ സുൽഫിയത്ത് 4 വയസ്സുകാരനായ മകനുമായി ഇവരുടെ അടുത്തേക്ക് എത്തിയത്. റാഫിയുടെ പീഡനം സഹിക്കവയ്യാതെയായിരുന്നു ഇത്. ദമ്പതികൾ തമ്മിൽ കുടുംബ കോടതിയിൽ കുട്ടിയുടെ പേരിൽ കേസുമുണ്ടായിരുന്നു. ആഴ്ചയിൽ 4 ദിവസം റാഫിയോടൊപ്പവും 2 ദിവസം സുൽഫിയത്തിനൊപ്പവും കുട്ടിയെ നിർത്തണമെന്നായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ റാഫി കുട്ടിയെ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരാതായതോടെ നസീറും സുഹറയും വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു. കുട്ടിയെ അമ്മയ്ക്കൊപ്പം വയ്ക്കാനായിരുന്നു കോടതി ഉത്തരവ്. ഇതിലെ തർക്കത്തിനൊടുവിലാണ് റാഫി കൂട്ടക്കൊല നടത്തിയത്. ഇയാൾ ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നു. നിരവധി കേസുകളിൽ പ്രതിയുമാണ് റാഫി. ന്യൂസ് 18 പാലക്കാട്. കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയുടെ ക്രൂരത കേൾക്കുമ്പോൾ തന്നെ ഉള്ളു പിടയുന്നുണ്ടല്ലേ. 2020 കണ്ണൂർ തയ്യലിലുണ്ടായ സംഭവം മനുഷ്യ മനസാക്ഷി ഒന്നടങ്കം നടുക്കിയതാണ്. ഒരമ്മയ്ക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. തയ്യൽ സ്വദേശിനി ശരണ്യ അത്രയ്ക്കും വെറുക്കപ്പെട്ടവളാണ്. അവളെയും ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന കാമുകനെയും അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? വിയാൻ എന്ന പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 6 വർഷം തികയും മുൻപ് വിധി വന്നിരിക്കുന്നു. അമ്മ ശരണ്യ കുറ്റക്കാരി എന്നാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ കാമുകൻ നിധിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ഫെബ്രുവരി 17 പുലർച്ചെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. തന്റെ ആൺസുഹൃത്ത് നിധിനൊപ്പം ജീവിക്കുന്നതിന് 1.5 വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരണ്യ ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭർത്താവ് പ്രണവുമായി അകൽച്ചയിലായിരുന്ന ശരണ്യ കൊലപാതകത്തിന് ശേഷം കുറ്റം പ്രണവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനും ഇതിലൂടെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരുപോലെ ഒഴിവാക്കി കാമുകനൊപ്പം കഴിയാനുമാണ് പദ്ധതിയിട്ടെന്നുമാണ് കേസ്. പുലർച്ചെ കുഞ്ഞുമായി കടൽ തീരത്തെത്തിയ ശരണ്യ ആദ്യം കുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്നാൽ കുഞ്ഞ് മരിക്കാതെ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും കുഞ്ഞിനെ എടുത്ത് കടൽ ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞ് മരണമുറപ്പാക്കി. അതിനുശേഷം വീട്ടിലെത്തി ഒന്നുമറിയാത്ത രീതിയിൽ ഉറങ്ങാൻ കിടന്ന ശരണ്യ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും തിരയുന്നതായി അഭിനയിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ ശരണ്യ പ്രണവിന് മേൽ സംശയമുന്നയിച്ചു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് യഥാർത്ഥ കൊലപാതകിയെ കണ്ടെത്തുകയായിരുന്നു. കേസിൽ ശരണ്യക്കെതിരെ കൊലക്കുറ്റവും കാമുകൻ നിധിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളുമാണ് ചുമത്തിയിരുന്നത്. നിധിനെതിരായ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് വിധിയിൽ പറയുന്നു. എന്നാൽ ശരണ്യക്കെതിരെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാനായി. കടൽ തീരത്തെ ഉപ്പുവെള്ളത്തിന്റെ അംശം പറ്റിയ വസ്ത്രങ്ങളും ചെരുപ്പുമടക്കമുള്ള തെളിവുകൾ ഹാജരാക്കി. കുഞ്ഞിന് മുലപ്പാൽ നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ശരണ്യ കുറ്റക്കാരിയെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. കേസിൽ പ്രതിയാക്കപ്പെട്ടെങ്കിലും തനിക്കിതിൽ പങ്കില്ലെന്ന് നിതിൻ വാദിച്ചിരുന്നു. ശരണ്യയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലെന്നും ശരണ്യയ്ക്ക് മറ്റൊരാളുമായും ബന്ധമുണ്ടെന്നും നിതിൻ വാദിച്ചു. നാർക്കോ അനാലിസിസിന് ഉൾപ്പെടെ വിധേയനാകാൻ തയ്യാറാണെന്ന് നിതിൻ അറിയിച്ചിരുന്നു. അതേസമയം നിതിനുമായി 20ലധികം തവണ ശരണ്യ ഫോൺ വിളിച്ചിരുന്നുവെന്നതടക്കമാണ് തെളിവുകളായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മാത്രമല്ല കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായെന്നും കോടതി വിലയിരുത്തിയിരുന്നു. ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഫേസ്ബുക്ക് വഴി ഇയാൾ ശരണ്യയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഇയാൾ ശരണ്യയ്ക്ക് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നില്ല. എന്നാൽ കാമുകനൊപ്പം ജീവിക്കണമെന്ന് ശരണ്യ ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായാണ് കുഞ്ഞിനെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് 18 കണ്ണൂർ. സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സിനെ കൂട്ടാനും ലൈക്കുകൾക്കും പബ്ലിസിറ്റിക്കും ഒക്കെ വേണ്ടി എന്തു വൃത്തികേടും കാട്ടുന്ന ഒരു തലമുറയുണ്ട് ഇവിടെ.
കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപക് യഥാർത്ഥത്തിൽ സൈബർ അധിക്ഷേപത്തിൻ്റെ ഇരയാണ്. ആ സാധുവായ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ്. ബസ്സിൽ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തു. കുടുംബം കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സമൂഹമാധ്യമത്തിൽ റീച്ച് വർദ്ധിപ്പിക്കുന്നതിനായി ദീപകിനെ യുവതി മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിൻ്റെ. അപ്പോൾ അമ്മനോടും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത്, അമ്മ പുറത്ത് പോരൊന്നും വേണ്ടെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആരതും കേൾക്കാതെയാണ് ആൾ ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാന്നുള്ള പറയുന്നത്. ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും. നിങ്ങൾ പോയിട്ട് അവിടെ ACP കണ്ടാൽ മതി, കോളേജിലുള്ള ACP പോയി കണ്ടാൽ മതി എന്ന് പറയാം. ഞങ്ങളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടർക്ക് കൊടുക്കാനുണ്ട്, DGPക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. പരാതി നൽകിയതിന്റെ തൊട്ട് പിന്നാലെ പോലീസ് വീട്ടിലെത്തി ദീപകിന്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. പോലീസ് മൊഴിയെടുക്കാനെത്തിയപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. യുവതിക്കെതിരെ കൊലക്കുറ്റ ചുമത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. ജോലി ആവശ്യാർത്ഥം കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ദീപക് തിരക്കുള്ള ബസ്സിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന സമയത്താണ് യുവതി വീഡിയോ ചിത്രീകരിക്കുന്നതും പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ബസ്സിൽ വെച്ച് ശരീരത്തിൽ സ്പർശിച്ചുവെന്നായിരുന്നു സമൂഹമാധ്യമത്തിൽ യുവതിയുടെ ആരോപണം. യുവതി പുറത്തുവിട്ട വീഡിയോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ടിരുന്നു. പിന്നാലെ ഒരു വിശദീകരണ വീഡിയോയും യുവതി പോസ്റ്റ് ചെയ്തിരുന്നു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ആരോപണം ഉന്നയിച്ച യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ആദ്യ വീഡിയോയ്ക്ക് പിന്നാലെ രണ്ടാം വീഡിയോ യുവതി നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം ബസ്സിൽ നിന്ന് യുവതി പകർത്തിയ വീഡിയോ ഇപ്പോഴും അക്കൗണ്ടിലുണ്ട്. യുവതിക്കെതിരെ വൻതോതിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടന DGPക്ക് പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ന്യൂസ് 18 കോഴിക്കോട്. കള്ളും കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പോലീസിനെയും നിയമവ്യവസ്ഥയെയും പേടിയില്ല. ആരെയും തല്ലാനും മടിക്കില്ല. നമ്മുടെ നാട്ടിലെ ചില തലതെറിച്ച പിള്ളേരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃപ്പൂണിത്തുറയിലാണ് മദ്യലഹരിയിൽ യുവാവ് അഴിഞ്ഞാടിയത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് പോലീസുകാർക്ക് നേരെ പ്രതിയുടെ ആക്രമണവും അസഭ്യവർഷവും ഉണ്ടായത്. കേസിൽ ഞാറക്കൽ സ്വദേശി ദേവദാസിനെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡിൽ വെച്ച് ആളുകളോട് മോശമായി പെരുമാറിയതിന് ദേവദാസിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു പരാക്രമം. കാക്കനാട് രാജഗിരി കോളേജിന്റെ പ്രധാന ഗേറ്റിന് സമീപം മദ്യലഹരിയിൽ ആളുകളോട് മോശമായി പെരുമാറിയതിന് ദേവദാസിനെ ഇൻഫോ പാർക്ക് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ പരാക്രമം. കൂടെയുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും രൂക്ഷമായി തെറിവിളിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി.
മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുപോകുമ്പോൾ രാത്രി 12:50 തൃപ്പൂണിത്തുറ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമെത്തിയപ്പോൾ പ്രതി അക്രമാസക്തനാവുകയും ജീപ്പിന്റെ പിന്നിൽ വലതുവശത്തെ ക്വാർട്ടർ ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുകയുമായിരുന്നു. ഇതുവഴി 3500 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് എഫ്ഐആറിൽ പറയുന്നു. പോലീസിനെ ആക്രമിച്ച കുറ്റത്തിന് തൃപ്പൂണിത്തുറ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ഇയാൾ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എഴുതി കൂട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇറങ്ങാൻ പറ്റുന്ന 90 ദിവസത്തിനുള്ളിൽ നീ ഇറങ്ങൂലേ ചത്തിട്ടില്ലേ ഞാൻ. ന്യൂസ് 18 കൊച്ചി. ഓഫീസ് മുറിയിൽ സ്ത്രീകളെ കെട്ടിപ്പിടിച്ചും ചുംബിച്ചും പോലീസ് ഉന്നതന്റെ അഴിഞ്ഞാട്ടം. കർണാടക പോലീസിന് തന്നെ നാണക്കേടാണ് DGPയുടെ അശ്ലീല ദൃശ്യങ്ങൾ. പോലീസ് ആസ്ഥാനത്തെ ഓഫീസ് മുറിയിൽ യുവതികൾക്കൊപ്പമുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പുതിയ വിവാദങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നു. നിലവിൽ സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റിന്റെ ചുമതല വഹിക്കുന്ന DGP R രാമചന്ദ്ര റാവുവാണ് ഒളിക്യാമറയിൽ കുടുങ്ങിയത്. യൂണിഫോമിൽ ഒന്നിലധികം യുവതികളെ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ. ഓഫീസ് സമയത്ത് പലപ്പോഴായി രാമചന്ദ്ര റാവുവിൻ്റെ ക്യാബിനിലെത്തിയ യുവതികളും DGPയും തമ്മിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. DGPയുടെ ഔദ്യോഗിക ചേംബറിൽ വെച്ച് യുവതിയെ ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതുമടക്കമുള്ള വീഡിയോയാണ് പുറത്തുവന്നത്. കഴിഞ്ഞ വർഷം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി റെന്യ റാവുവിന്റെ പിതാവും DGP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ രാമചന്ദ്ര റാവുവിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. DGPയുടെ ചേംബറിൽ നിന്ന് രഹസ്യമായി ചിത്രീകരിച്ചതാണ് ഈ വീഡിയോ. യുവതി വ്യത്യസ്ത വേഷങ്ങളിൽ ചേംബറിലെത്തിയതായി ദൃശ്യത്തിൽ വ്യക്തമാണ്. എന്നാൽ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് രാമചന്ദ്ര റാവു വിശദീകരണം നൽകിയത്. തന്നെ ചിലർ കുരുക്കിയതെന്നാണെന്നും റാവു പറഞ്ഞു. DGPയുടെ ദൃശ്യങ്ങൾ കർണാടകയിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഗുരുതരമായ അച്ചടക്കലംഘനവും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗവുമാണ് റാവു നടത്തിയതെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് ആദ്യമായല്ല രാമചന്ദ്ര റാവു വിവാദങ്ങളിൽപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയിയെ CBI പൂട്ടുമോ? BJPയുടെ നീക്കങ്ങളിലേക്കാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വിജയിയെ പ്രതി ചേർക്കാൻ CBI ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നടന്ന 2ാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് താരത്തെ പ്രതിയാക്കാനുള്ള ആലോചന. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തേക്കുമെന്നാണ് സൂചന. കരൂർ ദുരന്തത്തിൽ CBI അടുത്ത മാസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറിയതായി സംശയമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സ്വർണ്ണപ്പാളികളിൽ VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. അതിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ പരാമർശം. 1998 വിജയ് മല്യ പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും 2019 സ്വർണം പൂശിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടെന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്നും വ്യക്തമാവുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്ന് തന്നെയാണ് കോടതി സംശയിക്കുന്നത്. അതുറപ്പിക്കാനായി VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നും കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയിലെ ശാസ്ത്രീയ പരിശോധനയുടെ വിശദമായ വിവരങ്ങൾ പുറത്തുവിടാൻ ആകില്ല എന്ന് കോടതി. സ്വർണ്ണക്കവർച്ചയിലെ ആശങ്കകൾ ഗുരുതരമാണെന്ന് കോടതി പരാമർശിച്ചു. 2017 കൊടിമരം മാറ്റിയതിലും ക്രമക്കേടുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ SIT ശബരിമലയിലെ സ്റ്റോർ റൂമിലെ കട്ടളപ്പാളിയും പ്രഭാമണ്ഡലവും പരിശോധിക്കും. 2 ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് SIT വിപുലീകരിച്ചിട്ടുണ്ട്. 1998 സ്വർണം പൊതിഞ്ഞത്, 2017 കൊടിമരം മാറ്റിയത്, 2019 2024 2025 നടന്ന ഇടപാടുകൾ,
2025 വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരും. നിലവിൽ 2019 ദേവസ്വം ബോർഡിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. എന്നാൽ 2 പതിറ്റാണ്ട് കാലത്തെ ഭരണകാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് കോടതി ഉത്തരവ്. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെ കേസിൽ 11 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർക്കെതിരെ 22 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 16 പ്രതികളുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് 18 കൊച്ചി. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയിയെ CBI പൂട്ടുമോ? BJPയുടെ നീക്കങ്ങളിലേക്കാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വിജയിയെ പ്രതി ചേർക്കാൻ CBI ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നടന്ന 2ാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് താരത്തെ പ്രതിയാക്കാനുള്ള ആലോചന. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തേക്കുമെന്നാണ് സൂചന. കരൂർ ദുരന്തത്തിൽ CBI അടുത്ത മാസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് 2ാം ദിനവും ചോദ്യം ചെയ്യൽ 6 മണിക്കൂറോളം നീണ്ടു. വിജയുടെ പല മറുപടികളിലും CBI ഉദ്യോഗസ്ഥർ തൃപ്തരല്ലെന്നാണ് വിവരം. പ്രത്യേകിച്ച് കരൂരിലെ സമ്മേളന സ്ഥലത്തേക്ക് എത്താൻ 7 മണിക്കൂറോളം വൈകിയതിന് നൽകിയ വിശദീകരണം. വിമാനത്താവളത്തും പരിസരത്തും തന്നെ കാണാനെത്തിയ ആരാധകരുടെ തിരക്ക് കാരണം കടുത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു എന്നതാണ് താരത്തിന്റെ വാദം. എന്നാൽ പാർട്ടിയുടെ മുൻ സമ്മേളനങ്ങളിലും സമാനമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടും വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തത് ഗുരുതരമായ വീഴ്ച എന്നാണ് CBIയുടെ വിലയിരുത്തൽ. വിജയ്ക്ക് പുറമെ കരൂർ ദുരന്തം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. ഇവരും വിജയ്ക്കെതിരെ രൂക്ഷ ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിജയുടെ പ്രചാരണ വാഹനം ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു വന്നതും TVK പ്രവർത്തകർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതും പ്രശ്നം ഗുരുതരമാക്കി എന്നാണ് പോലീസിന്റെ പക്ഷം. കഴിഞ്ഞയാഴ്ച ക്രമസമാധാന ചുമതലയുള്ള ADGPയും CBIയുടെ ചോദ്യം ചെയ്യലിൽ താരത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം വിജയിയോട് ചോദിച്ചിരുന്നുവെങ്കിലും പൊതുവേദികളിൽ ഉന്നയിക്കുന്ന സ്ഥിരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാനമായ വിശദീകരണം മാത്രമാണ് താരം നൽകിയത്. നിലവിൽ സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഫെബ്രുവരി പകുതിയോടെ CBI കേസിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് വിവരം. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജയിയെ പ്രതി ചേർക്കാനാണ് സാധ്യത. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാകും കേസെടുക്കുക. മുൻപ് കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് TVKയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ CBIയുടെ ചോദ്യം ചെയ്യൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പൊതുനിരത്തിൽ ഗുണ്ടായിസം കാണിക്കുന്ന ചില ബസ് ജീവനക്കാരെ കാണാറുണ്ട്. എന്നാൽ കണ്ണൂർ തളിപ്പറമ്പിലെ നാട്ടുകാരുടെ അടുത്ത് അവരുടെ വിളച്ച് നടക്കുമോ? ഒറ്റയ്ക്ക് വാടാ എന്ന് ബസ് ജീവനക്കാരൻ വെല്ലുവിളിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ നാട്ടുകാരുടെ വക അയാൾക്ക് പൊതിരെ കിട്ടി. സ്വകാര്യ ബസ് KSRTC ബസ്സിൽ തട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ കേസെടുത്ത തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ സ്വകാര്യ ബസ് KSRTC ബസ്സിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു KSRTC ബസ്. പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് അപകടകരമായ രീതിയിൽ KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചു. സ്വകാര്യ ബസ് KSRTC ബസ്സിൽ തട്ടി. യാത്രക്കാരും നാട്ടുകാരും സ്വകാര്യ ബസ് ജീവനക്കാരെ ചോദ്യം ചെയ്തു. ഇതിനിടെ ബസ് കണ്ടക്ടർ നാട്ടുകാരോട് പ്രകോപിതനായി. നാട്ടുകാരിൽ ഒരാളെ ഒറ്റയ്ക്ക് വാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു കണ്ടക്ടർ.
തുടർന്ന് ബസ് കണ്ടക്ടറെ നാട്ടുകാർ കാര്യമായി കൈകാര്യം ചെയ്തു. തുടർന്നുണ്ടായ അടി കൂട്ടത്തല്ലിൽ കലാശിച്ചു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. പ്രദേശത്ത് സ്വകാര്യ ബസ്സുകൾ അമിതവേഗത്തിലാണ് ഓടുന്നതെന്നും അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കണ്ണൂർ. സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു നിമിഷം മതി നിങ്ങളുടെ നിക്ഷേപം മുഴുവൻ ഇല്ലാതാകാൻ. നാട്ടിൽ കവർച്ചാ സംഘങ്ങൾ സജീവമാണ്. കാസർഗോഡ് കുമ്പളയിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് 29 പവൻ സ്വർണം. 4 ലക്ഷത്തിൻ്റെ വെള്ളിയും പണവും കവർന്നു. ഏകദേശം 35 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമ്പള നായ്ക്കാപ്പിൽ അഭിഭാഷകരുടെ വീട്ടിൽ വൻ കവർച്ച. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്ന മോഷ്ടാക്കൾ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന 29 പവൻ സ്വർണവും 4 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. നെക്ലേസ്, വളകൾ, മോതിരങ്ങൾ, ബ്രേസ്ലെറ്റ്, വലിയ മാല, കമ്മൽ, കുട്ടികളുടെ മാല, സ്വർണ്ണവള, കല്ലുവെച്ച മാല തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. 35 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് സംഭവം. ചൈത്രയും കുടുംബവും വീട് പൂട്ടി കണിപുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. അതിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് 2-3 പരാതി ഇങ്ങനെ ഒരു കടവ് നടന്നതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ നായ്ക്ക ഭാഗത്ത് തന്നെ ഒരു 5-6 മാസം മുമ്പായിട്ട് ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചീവമ്പ ഭഗവതി അമ്പലത്തിൽ അത് കവർച്ച നടത്തിയ ശേഷം അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയായിരുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ റിക്കവറിയോ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോൾ വീട്ടിനകത്ത് ലൈറ്റുകൾ കത്തി നിൽക്കുന്ന നിലയിലായിരുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് അലമാര കുത്തിത്തുറന്ന തുണിത്തരങ്ങൾ വാരി വലിച്ചിട്ട് അകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിച്ച് കൊണ്ടുപോയതായി വ്യക്തമായത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൈത്രയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.